ഒരു സ്ഥലത്തുനിന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ എല്ലാ ക്യാമ്പുകളിലും ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന് ഭക്ഷണം കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ടോ, ഒന്ന് ലൈറ്റ് ഇലക്ട്രിസിറ്റി അറേഞ്ച്മെൻറ്റ്സ് കറക്റ്റായിട്ട് ഉണ്ടോ, ടോയ്ലറ്റുകൾ കറക്റ്റായിട്ടുണ്ടോ, മെഡിസിൻസ് ഉണ്ടോ, ഡോക്ടർമാരുടെ ക്യാമ്പ് ഉണ്ടോ, അവർ രാവിലെയും വൈകുന്നേരവും അവിടെയുള്ള രോഗികളായിട്ടുള്ള ഉൾപ്പെടെയുള്ള ആളുകളെ പരിശോധിക്കുന്നുണ്ടോ, ഈ കൃത്യമായിട്ട് ഒരു പരാതി പത്രം ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. ഇന്നലെ ഒരു പരാതിയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരാതി ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യാനുള്ള സിസ്റ്റം അവിടെ ഉണ്ട്. പക്കയായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരെ നിരാശപ്പെടുത്തല്ലേ. അവർ പല ദിവസവും പലരും ഉറങ്ങിയിട്ട് പോലുമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കും, എല്ലാം ഡിസ്പോസ് ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ സർക്കാർ ആശുപത്രി ഇല്ലാത്ത സ്ഥലത്താണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോ. ഗുരുതരാവസ്ഥയിലുള്ള ആളെ ഇനി കോട്ടയത്തേക്കോ പത്തനംതിട്ടയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് വേറെ ജില്ലയിലേക്ക് ഏറ്റവും നല്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോ. ആ സ്വകാര്യ ആശുപത്രിയിലെ ബില്ലാണെങ്കിൽ പോലും അത് തീർത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നേരിട്ട് തന്നെ മീറ്റിങ്ങിലും കൊടുത്തു, ഞാൻ നേരിട്ട് പോയും കൊടുത്തു.